ഹായ് ഓൾ, വീണ്ടും മിനാഷ് ബ്ലോസമിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിലൊക്കെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളാണ്. ആളുകൾ കൂട്ടത്തോടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ ചില വാർത്തകൾ വരുന്നത് വിദ്യാർത്ഥികൾ വളരെ മോശമായിട്ട് അധ്യാപകരോട് പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് പണ്ടുണ്ടായിരുന്ന അധ്യാപകരെ എല്ലാവർക്കും പേടിയായിരുന്നു, പിന്നെ വ്യക്തമായ ശിക്ഷകളും ശിക്ഷണ രീതികളും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നല്ല രീതിയിൽ വന്നത്. അതിലൊക്കെ കുറേ സത്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് മുന്നോട്ട് വരുന്നത്. പിന്നെ ഇതിപ്പോൾ ചില സാഹചര്യങ്ങളിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, കുട്ടികൾക്ക് ശാരീരികമായി കൊടുക്കുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അധ്യാപകരെ കുറിച്ച് മോശമായുള്ള കമൻറ്റുകൾ വരുന്നു. അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എല്ലാ ഭാഗത്തു നിന്നും സാഹചര്യത്തിനനുസരിച്ച് കമൻറ്റുകളും അഭിപ്രായങ്ങളും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ കാരണം നിന്നുപോയ ശിക്ഷയോ അല്ലെങ്കിൽ പുതിയ ശിക്ഷണ രീതികളോ കൊണ്ടുവരണമെന്നുള്ളതോ എന്താണ് ശരിക്കും? അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനൊക്കെ നമുക്കൊരു തടയിടാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൽ നമുക്ക് എന്തെങ്കിലും റോളുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അധ്യാപകരെ മാത്രം കുറ്റം പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. അവരും സാധാരണ മനുഷ്യരാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്കും പല വിധത്തിലുള്ള വികാരങ്ങളുണ്ട്. അവർ പല വികാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് പക്വതയില്ലായ്മ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അവർ കടന്നു പോകുന്ന ടെൻഷനുള്ള ജീവിതം, അത് സമൂഹത്തിൽ നിന്നുള്ള ടെൻഷനാവാം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് ഒരു പക്ഷേ ആവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങളാകാം. അവരിങ്ങനെ കടന്നു പോകുന്നത് വിവിധമായ ടെൻഷൻസിലൂടെയാണ്. അപ്പോൾ എങ്ങനെ അവർ റിയാക്ട് ചെയ്യും ഇന്നത്തെ ഒരു സമൂഹത്തിൽ, അവർ ജീവിച്ചു വരുന്ന ഇന്നത്തെ ഒരു സമൂഹത്തിൽ എങ്ങനെ അവർ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാരൊക്കെയാണ്? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അധ്യാപകരെ കുറിച്ച് മോശമായി കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാതിരിക്കുക. എനിക്കറിയാം അവനല്ലെങ്കിലും അവൻ ഇച്ചിരി അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അവൾ ഇച്ചിരി അഹങ്കാരിയാണ് എന്ന് അധ്യാപകരെ കുറിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാതെ ഇരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥികളുടെ പുരോഗമനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും മാതാപിതാക്കൾ മാസത്തിൽ ഒരു തവണയെങ്കിലും സ്കൂളിൽ ചെന്ന് അന്വേഷിക്കണം. അവർക്ക് തോന്നണം, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്ന്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലാസ് ടീച്ചറെയോ പ്രിൻസിപ്പലിനെയോ കണ്ട് നമ്മുടെ കുട്ടികളെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. നമ്മുടെ മുന്നിലായിരിക്കുന്ന ഒരു കുട്ടിയല്ല ഒരു സ്കൂൾ എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവരായിരിക്കുന്നത്. അവരുടെ സ്വഭാവത്തിനും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അധ്യാപക രക്ഷകർത്തൃ ബന്ധം നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട, അവരുടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റെഗുലറായിട്ട് സ്കൂളിൽ പോവുക, കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, നല്ല ബന്ധം അധ്യാപകരുമായിട്ട് സ്ഥാപിക്കുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അധ്യാപകർ പല പ്രാവശ്യവും പാരൻസിനോട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രോപ്പർ റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അത് ശരിയല്ലെങ്കിൽ പോലും, അത് തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല എങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാരൻസിൽ നിന്ന് ഇല്ലാതെ വരുമ്പോഴായിരിക്കാം. അതൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. പിന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്.
അധ്യാപകർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് ഒരു ബോധം നമ്മളും ബഹുമാനിക്കണം. നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അധ്യാപകരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിഷ് ചെയ്യണം. അവിടുത്തെ ടീച്ചേഴ്സിന് കാണാം, ഗുഡ് മോർണിംഗ് മിസ്, എന്തുകൊണ്ട് വിശേഷം, എൻ്റെ മോനെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പുറത്ത് വെച്ച് കണ്ടാലും തീർച്ചയായിട്ടും നമ്മൾ വിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് മിസ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, എന്തുകൊണ്ട്, ഞാൻ ഇന്നയാളുടെ പാരൻ്റാണ് കേട്ടോ, എങ്ങനെയിരിക്കുന്നു, ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ കാണണം നമ്മൾ അവരെ വിഷ് ചെയ്യുന്നത്, അത് എൻ്റെ പിതാവ് വിഷ് ചെയ്യുന്നു, എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മാതാവ് അവരെ ബഹുമാനിക്കുന്നു, അവരൊക്കെ ബഹുമാനിക്കുന്നു, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യേണ്ടതല്ലേ. അങ്ങനെ ഒരു ബോധം നമുക്ക് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാതാപിതാക്കൾ എന്ന നിലയിൽ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അധ്യാപകരിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്ന്, പല രീതിയിലുള്ള കുട്ടികളാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഓരോ കുട്ടികളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ കുറച്ച് സ്നേഹമായിട്ട് അവരോട് സംസാരിച്ച് അവരുടെ മനസ്സിലുള്ള എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, പറ്റുമെങ്കിൽ നമുക്ക് പാരൻസിനൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവരുടെ വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ഒന്ന് വിസിറ്റ് ചെയ്യുക. അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാട് എങ്ങനെയാണ്, ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മാനസികമായി അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ സമൂഹത്തിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, ഫാമിലിയിൽ അവർ നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്കൊരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥികളോടനുസരിച്ച് നമുക്ക് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ അവരോട് ഇടപെടാനായിട്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ലൊരു റിലേഷൻ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ കുറച്ച് കാണുന്ന രീതിയിൽ, പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല, നമ്മൾ പഠിച്ചിരുന്ന സാഹചര്യത്തെ പോലെ അല്ല, ഇതിലെ കേട്ട് ഇതിലെ വിടുന്ന കുട്ടികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസാരം കുറച്ച് ശ്രദ്ധിക്കാം. വഴക്ക് പറഞ്ഞ് എന്ന് ഒഴിച്ച്, അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവർക്ക് തീർച്ചയായും പ്രൊഫഷണലായ ഒരു രീതിയിൽ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു കാര്യം അവർ മോശമായിട്ട് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഒരു വ്യക്തിയോട് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുക. ആ കുട്ടി എന്ന ഒരു വ്യക്തിത്വം, ആ സ്റ്റുഡൻറ്റിന് ഒരു വ്യക്തിത്വമുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കുക, അതിനെ നമ്മൾ ബഹുമാനിക്കുക. ആ രീതിയിൽ അവരോട് പ്രൊഫഷണലായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്ന്, ദേഷ്യപ്പെട്ട് നമുക്ക് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേസമയം അവർ ചെയ്യുന്ന ഫണ്ണ് ഒരു പരിധി വിട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. കൃത്യമായ ഒരു ബൗണ്ടറിയിൽ അവരെ നിർത്താനായിട്ട് ശ്രമിക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അവർക്ക് വളരെ കാർക്കശ്യത്തോടുകൂടി നമ്മൾ അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവർ റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. കഴിയുന്നതും അവരെ ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണെന്നുള്ളൊരു മേഖലയിലേക്ക് അവരെ പിടിച്ചുകൊണ്ട് വരാതെ വളരെ കൂളായിട്ട്, എന്തുവാടെ ഇതൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, നീ അവനോട് സോറി പറഞ്ഞേ എന്ന് പറഞ്ഞ് സോറി പറയിപ്പിക്കാം. ഞാൻ സാധാരണ ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. കുട്ടികളെ കൊണ്ട് അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി പറയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തന്നെ എന്തെങ്കിലും കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തന്നെ കൊടുത്ത് അങ്ങനെ ചില ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമുക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. കഴിവതും അവരുടെ ലൈഫിലേക്ക് നമുക്കൊന്ന് കൂടുതലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റർ ചെയ്യുക. നല്ലൊരു റിലേഷനെ ഉണ്ടാക്കിയെടുക്കുക. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾക്ക് എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നത്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്താണെങ്കിലും ദേഷ്യപ്പെട്ട് ഇന്നത്തെ കുട്ടികളെ മാറ്റാമെന്നുള്ളത് അത്ര പ്രാക്ടിക്കബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്കറിയാം, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ BEd ഒരു വലിയ പുസ്തകം പഠിക്കുന്നുണ്ട്.
അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടാണല്ലോ അതൊരു സബ്ജക്റ്റായിട്ട് തന്നെ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പണിഷ്മെൻറ്റിനൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കുട്ടികളെ പണിഷ് ചെയ്യാൻ സാധിക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല, നമ്മളൊക്കെ ഇഷ്ടം പോലെ പണിഷ്മെൻറ്റ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ്, നമുക്കറിയാം. പക്ഷേ ഇന്നത് നടപ്പുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ചില കുട്ടികളൊക്കെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരും. അപ്പോൾ അത് നമുക്ക് സീസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനൊരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചിട്ട്, എടാ നീ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം 2 പേര് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, ആരാണ് മിസ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നീ ഒരു തൽക്കാലം ഒരു കാര്യം നീ അതൊന്ന് ഓഫീസിലോട്ട് വെച്ചാൽ വൈകിട്ട് പോകുമ്പോൾ എടുത്തോണ്ട് പോകാൻ മറക്കില്ല കേട്ടോ, ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേണ്ട, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ശല്യമായിരിക്കും, നിനക്ക് വരുന്ന കോളെല്ലാം അവിടെ കിടന്ന് നടച്ചുകൊണ്ടിരിക്കും. അവരെ കൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ജസ്റ്റ് അലമാര എവിടെയെങ്കിലും സേഫായിട്ട് വെപ്പിക്കുക, എന്നിട്ട് ക്ലാസ്സിൽ പൊക്കോളാം എന്ന് പറയാം. ഫ്രണ്ട്ലി വേയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരൻറ്റിനെ വിളിച്ചിട്ട് അവർ പോലും അറിയാതെ പേരൻറ്റിനെ വിളിക്കുക. പേരൻറ്റ് വന്നു കഴിയുമ്പോഴേ അവരറിയാൻ പാടുള്ളൂ. പേരൻറ്റിനോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറയുക, ഇതാണ് സ്കൂളിൽ നിന്നുള്ള തീരുമാനം, ഇതാണ് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് വ്യക്തമായി പേരൻറ്റിനോട് സംസാരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വീട്ടുകാർ, അധ്യാപകർ, അത് കഴിഞ്ഞാലുള്ളത് സമൂഹമാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇന്നത്തെ കുട്ടികളൊക്കെ എപ്പോഴും എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു സംഘടനകളിലൊക്കെ കുട്ടികൾക്ക് പല പല സംഘടനകളിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായ ഒരു ഗ്യാങ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിന്നാണെങ്കിലും പലരും കുഞ്ഞുങ്ങളെ പല കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും സപ്പോർട്ട് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾക്കെങ്കിലും. നീ ധൈര്യമായിട്ടിരിക്കണം, നമ്മളില്ലേ എന്ന ഒരു വാക്ക്, അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, മറ്റ് പല തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും സംഘടനകളിലോ ഏതെങ്കിലും സമൂഹത്തിലോ അംഗങ്ങളാണെങ്കിൽ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് മോശമായി സംഭവിക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് ഒപ്പമുണ്ട്, ശരിക്കൊപ്പം ഞങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന വ്യക്തമായ ഒരു നയം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് അവർ വളർന്നു വരുന്ന സാഹചര്യം വളരെ മോശമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അധ്യാപകർ പണിഷൊന്നും ചെയ്യത്തില്ല, അധ്യാപകർ ക്ഷമിക്കും, അല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കും. പക്ഷേ നാളെ ഇവനൊരു മുതിർന്ന പൗരനായി കഴിയുമ്പോൾ അവൻ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു റൈറ്റ്സ് അവൻ്റെ മുകളിൽ നിന്ന് മാറ്റപ്പെടും. 18 വയസ്സ് കഴിയുമ്പം ആ ഒരു റൈറ്റൊക്കെ അവന് നഷ്ടപ്പെടും. ആ സമയത്ത് അധ്യാപകരായിരിക്കത്തില്ല അവനെ ട്രീറ്റ് ചെയ്യുന്നത് നിയമവ്യവസ്ഥയായിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പണ്ടുള്ളവർ പറയാറില്ല, കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നു. ചില കുട്ടികൾ കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ചില അധ്യാപകർ നിന്ന് കരയുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗ്യാങ് സ്റ്റുഡൻസ് കാരണം നിന്ന് കരയുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലീവ് എടുത്ത് പോകുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. റിസൈൻ ചെയ്ത അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അധ്യാപന ജീവിതത്തിൽ. അത്രയ്ക്ക് ബുദ്ധിമുട്ട് ചില കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അവർ വളർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ച വ്യക്തികൾ, ഇതൊക്കെയാണ് അവരുടെ ആ ഒരു ഹാബിറ്റ് ചേഞ്ചിന് കാരണം. അപ്പോൾ കുട്ടികളെ മാത്രം നമുക്ക് എപ്പോഴും കുറ്റം പറയാൻ സാധിക്കില്ല. അതിൽ വീട്ടുകാർക്കും അധ്യാപകർക്കും അതുപോലെ സമൂഹത്തിനും ഈക്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുക, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ പേരൻ്റ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുക. നിങ്ങൾ സമൂഹത്തിലെ ഒരു മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ എല്ലാവരും നന്നായി ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും
ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണും. അതുവരെ എല്ലാവർക്കും